ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിഷയം കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചർച്ച ചെയ്യുവാനും അത് പഠിക്കുവാനും നാം ദൈവത്തിൽ ശരണപ്പെടുന്നു. നാം എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതായ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും സംസാരിക്കുന്നത്. ക്രിസ്തീയ സ്നാനം എന്താണ് എന്നുള്ള വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി ഒരുക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ യഥാർത്ഥ വചനത്തിലേക്കും സത്യത്തിലേക്കും നടത്തുമാറാകട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് നല്ല ഗുരുവായിരിക്കുക. സ്തോത്രം. ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനം ദൈവമേ ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളും തെറ്റുകളും എല്ലാം ക്ഷമിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. തിരുനാമത്തെ ഉയർത്തണമേ. യേശുനാമത്തെ പിതാവേ, ആമേൻ. എന്താണ് ക്രിസ്തീയ സ്നാനം? അതിൻ്റെ മൂലഭാഷയിൽ ബാപ്റ്റിസം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇമേഴ്സിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇമേഴ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊന്നിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥ, അതിനാണ് ഇമേഴ്സിങ്, മുഴുകൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ന് നാം കാണുന്നതായ വിവിധ നിലയിലെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്നാനം, ക്രിസ്തീയ സ്നാനം, അതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അത് ഒരു കൽപ്പനയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ കൽപ്പന അനുസരിക്കുന്നതാണ് സ്നാനം. ഒന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. അത് യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ ഉപദേശം അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ആണ് ഈ സ്നാനം, ഈ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യുവാനായിട്ട് പാടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്നാനം ഒരാളെടുക്കണമെങ്കിൽ അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെയാണ്. അങ്ങനെ യേശു പഠിപ്പിച്ചപ്പോൾ പഠിച്ച ശിഷ്യന്മാർ അങ്ങനെ തന്നെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ പല സ്ഥലങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് കാണുന്നതിൻ്റെ അർത്ഥം അവർ സ്നാനം ഏറ്റ അതേ മാതൃകയിൽ തന്നെ മറ്റുള്ളവരും സ്നാനം ഏൽക്കുകയോ സ്നാനപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്നാനം ഏൽക്കണമെങ്കിൽ അത് കർത്താവ് കൽപ്പിച്ച മാതൃക പ്രകാരം തന്നെ സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്തത് ഒരു സ്നാനമെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും സ്നാനപ്പെടുക, എങ്ങനെയെങ്കിലും ഇമേഴ്സിങ് നടത്തുക, എങ്ങനെയെങ്കിലും വെള്ളത്തിൽ മുക്കുക എന്നുള്ളതല്ല. നമ്മുടെ മലയാള ഭാഷയിൽ സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കുളി എന്നാണ്.
അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ചെല്ലുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ശരീരത്തിൽ തളിച്ചതിന് ശേഷം ഞാൻ കുളിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ പോലും സ്നാനം മുഴുവനായി നമ്മുടെ ശരീരം നനഞ്ഞിരിക്കണം. പക്ഷേ അപ്പോസ്തലനായ പൗത്രോസ് പറയുന്നത് പോലെ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിന് വേണ്ടിയല്ല ഈ സ്നാനം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന രീതിയെയാണ്. അപ്പോൾ ഈ മുഴുകൽ സ്നാനം എന്നൊന്നും ഇല്ല, സ്നാനമാണുള്ളത്. അതിന് മുൻപിതാക്കന്മാർ മേഘത്തിൽ കൂടെയും അവർ സമുദ്രത്തിലൂടെയും സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ അത് മുഴുകലാണ് എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ പഠിപ്പിക്കലുകൾ വന്നപ്പോൾ അതിനെ മനുഷ്യന് അവരവരുടേതായ ഇഷ്ടത്തിന് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുവാനിടയായി. എന്നാൽ വ്യാഖ്യാനം കൂടാതെ നമ്മൾ അക്ഷരത്തിൻ്റെയും ആത്മാവിൻ്റെയും നിറവിൽ ചിന്തിച്ചാൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടതിന് ശേഷം മാത്രമാണ് സ്നാനത്തിൻ്റെ ആവശ്യമുള്ളൂ. മാനസാന്തരപ്പെടാത്തവർക്ക് സ്നാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് മരിച്ചവരെയാണ് നാം കുഴിച്ചിടുന്നത്. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയെയാണ് സ്നാനം എന്നുള്ള പ്രക്രിയ കൊണ്ട് വെള്ളത്തിൽ കുഴിച്ചിടുന്നത്. ഇപ്പോൾ നീതിക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ അവർ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു എന്നുള്ളത് യേശുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും അത് സാദൃശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി തന്നെ സ്നാനത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ അർത്ഥവും കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ നമുക്ക് തന്നതായ അർത്ഥം എന്ന് പറയുന്നത് തളിപ്പല്ല, ഇമേഴ്സിംഗ് ആണ്, അത് മുഴുകലാണ് എന്നുള്ളത് തർക്കമില്ല. ഒരു പാപം ചെയ്യാത്ത യേശു തന്നെയും നമുക്ക് മാതൃകയായിട്ട് വെള്ളത്തിലിറങ്ങി സ്നാനമെടുത്തതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ വെള്ളം ഉള്ള സ്ഥലത്ത് ഇറങ്ങി തന്നെ സ്നാനമെടുക്കണമെന്ന് ഷണ്ഡൻ്റെ, അതായത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ കാണുന്ന ഷണ്ഡനെ സ്നാനപ്പെടുത്തുമ്പോൾ ആ ഫിലിപ്പോസിന് വേണമെങ്കിൽ ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ അല്ലെങ്കിൽ കൈക്കുമ്പിളിലോ വെള്ളം എടുത്തുകൊണ്ട് വന്ന് തേരിൽ വെച്ച് തന്നെ 3 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 7 പ്രാവശ്യമോ തളിച്ച് സ്നാനപ്പെടുത്താമായിരുന്നു. അദ്ദേഹം എത്യോപ്യയിലെ ധനകാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ മാന്യത കൽപ്പിക്കുന്നത് പോലെ എന്നുള്ള അർത്ഥത്തിൽ ഫിലിപ്പോസിനെ വെള്ളം കോരിക്കൊണ്ടുവന്ന് കൈക്കുമ്പിളിൽ കോരിക്കൊണ്ടുവന്ന് കരയിൽ വെച്ച് സ്നാനപ്പെടുത്താമായിരുന്നു. എന്നാൽ വെള്ളം ഉള്ള ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ഷണ്ണൻ തേര് നിർത്തുവാൻ പറഞ്ഞത്. ഇതാ വെള്ളം, സ്നാനം ആർക്ക് വിലക്കുവാനായിട്ട് കഴിയും എന്നുള്ള ആ ചോദ്യത്തോടുകൂടെ വെള്ളം വിലക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി തന്നെ സ്നാനം കഴിച്ചു എന്നും അവിടെ കാണുന്നു. ഇരുവരും സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങി സ്നാനം ഏറ്റു.
ഇതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ തന്നെയാണ്. അവരിലൂടെയാണല്ലോ നമുക്ക് ഇത് പകർന്നു കിട്ടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ അവരങ്ങനെ സ്നാനം ചെയ്തു. പിന്നത്തേതിൽ ഇതിനെല്ലാം വ്യത്യാസം വരുന്നത് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. 3-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയ മതത്തെ ഒരു രാജകീയ മതമായിട്ട് ഉയർത്തിക്കാട്ടിയതിന് ശേഷമാണ് ഇന്ന് നാം കാണുന്ന അനേക അബദ്ധങ്ങൾ, തെറ്റുകൾ സഭയിൽ കടന്നുകൂടുവാനിടയായിത്തീരുന്നത്. രാജകീയ മതമായപ്പോൾ പോപ്പ് എന്ന് പറയുന്ന ഒരു ആൾ വന്നു. പോപ്പ് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ട് കുറച്ച് പേര് അംഗീകരിച്ചു. അന്ന് അതോടുകൂടെ പോപ്പിന് എല്ലാ അധികാരവും, സർവാധികാരിയായി പോപ്പ് തീർന്നു. അന്ന് റോമിലുണ്ടായിരുന്ന അന്യദൈവങ്ങളുടെ സാമ്പിളുകളെല്ലാം ക്രിസ്തീയ വിഭാഗത്തിലും കടന്നുകൂടുവാനിടയാത് ആയത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്നാമത് സ്ത്രീകളെ ആരാധിക്കുന്ന ഒരു രീതി, അതായത് യേശുവിന് ജന്മം കൊടുത്ത മറിയ ഒരു ദൈവിക രൂപകൽപ്പന, മറിയയ്ക്ക് ഒരു ദൈവിക രൂപകൽപ്പന കൊടുക്കുകയും അതിലൂടെ ചിലപ്പോൾ അത് പൈശാചികമായതാണോ ദൈവികമായതാണോ ദൈവകൽപ്പനയല്ലാത്ത സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലായിടത്തും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നു. പിശാച് അതിൻ്റെ ശക്തി കൊണ്ട് പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നതായിട്ടും നാം കാണുന്നു. കുരുടരെ കാണുമാറാക്കുന്നതും ചെകിടരെ കേൾക്കുമാറാക്കുന്നതും. എന്നാൽ നിത്യരാജ്യം കൊടുക്കുന്നത് യേശു മാത്രമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. മറിയ ഒരു സ്ഥലത്ത് പോലും അത് പറഞ്ഞിട്ടുമില്ല. വേദപുസ്തകവും അത് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വിധമായ അനാചാരങ്ങൾ സഭയിൽ കടന്നു വന്ന കൂട്ടത്തിൽ കടന്നു വന്നതായ ഒന്നാണ് സ്നാനം തളിപ്പിക്കുക എന്ന് പറയുന്നത്. അത് ആര് ചെയ്തിരുന്നാലും ഈ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമൊക്കെ 21-ാം നൂറ്റാണ്ടിലുമൊക്കെ ആളുകളത് മനസ്സിലാക്കി കഴിഞ്ഞു. മുമ്പ് ഹല്ലേലൂയ പറയാത്ത ആളുകൾ ഇന്ന് ഹല്ലേലൂയ ഉറക്കെ പറയുന്നത് നാം കാണുന്നു. കാരണം വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ ജനം സത്യത്തിലേക്ക് കടന്നു വന്നു. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ സത്യം അറിയാതിരിക്കുവാൻ, വേദപുസ്തകം പഠിക്കാതിരിക്കുവാൻ വേദപുസ്തകത്തെ മറച്ചു വച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേദപുസ്തകം ഹീബ്രുവിൽ നിന്നും ലാറ്റിനിൽ നിന്നുമൊക്കെ തർജ്ജമ ചെയ്യാൻ പാടില്ല. അങ്ങനെ തർജ്ജമ ചെയ്യുന്നവരെ തീയിലിട്ട് ചുട്ടുകളയുന്നതായ ക്രിസ്തീയ വിഭാഗം ഉണ്ടായിരുന്നു. പോപ്പിൻ്റെ കൽപ്പനയാൽ ജെറോമിനെയും ചിൻഡയൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനെയൊക്കെ തീയിലിട്ട് ചുട്ടുകളയുന്ന അനുഭവമാണ് ഈ പോപ്പിന് അധികാരം കിട്ടിയപ്പോൾ ഉണ്ടായതായ അനുഭവങ്ങൾ. ചിലപ്പോൾ പോപ്പ് 16-ാമൻ അതിനെക്കുറിച്ച് അനുതപിക്കുകയും അത് ശരിയല്ലെന്ന്
മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. എങ്കിലും ഈ 19 നൂറ്റാണ്ട് കാലം അവർ അവരുടേതായ തോന്നിയതുപോലെ ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും വലിയ പാപമായ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വവർഗരതിയാണ്. സോദോമിലെ പാപമാണ് സ്വവർഗരതി. ആണിനെ കല്യാണം കഴിക്കുക, പെണ്ണിനെ കല്യാണം കഴിക്കുക. ഇത് ബൈബിൾ വെറുക്കുന്നതായതും ദൈവ കൽപ്പന ലംഘിക്കുന്നതുമാണ്. ഇതിനെ ഇപ്പോൾ പോപ്പ് 17 അംഗീകരിച്ച് ആളുകൾക്കത് ചെയ്യാം എന്ന് വരുത്തി തീർത്തിരിക്കുമ്പോൾ നാം ഏത് കാലഘട്ടത്തിൽ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇതൊക്കെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണമാണ്. സോദോമിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഈ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ലാതെ സ്നാനപ്പെടുത്തുവാനായിട്ട് പാടില്ല എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ ആ നാമത്തിലാണ് സ്നാനം. അത് രക്ഷയ്ക്കാണ് സ്നാനം നമ്മൾ ഏൽക്കുന്നത്. അത് ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ടാണ് നാം ആ സ്നാനം ഏൽക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ക്രിസ്തീയ സ്നാനം ഏൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിലിറങ്ങി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അല്ലാത്തത് ഒന്നും ക്രിസ്തീയ സ്നാനത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ഞാനും പഠിച്ചിരിക്കുന്നതായ സത്യം. വേദപുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് നോക്കുമ്പോഴും അപ്പോസ്തലപ്രവൃത്തി ഒഴികെ മറ്റൊരിടത്തും സ്നാനത്തെക്കുറിച്ചും പറയുന്നില്ല. കാരണം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പിന്നീട് പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതങ്ങനെ തന്നെ പാരമ്പര്യമായിട്ട് തന്നെ ആ സ്നാനത്തിൻ്റെ ശുശ്രൂഷ വന്നതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞത്, ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തത്. എന്നാൽ അപ്പോസ്തലന്മാർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റവരായ അവർ ഒരിക്കലും യേശുവിൻ്റെ നാമം പറഞ്ഞ് മാത്രം സ്നാനപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. യേശുവിൻ്റെ നാമം പറഞ്ഞാൽ ഒരു രീതിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒന്നിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് 3 ദൈവങ്ങളില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ത്രിമൂർത്തികളല്ല, സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന രീതിയല്ല ക്രിസ്തീയ വിശ്വാസത്തിനുള്ളത്. അത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചെയ്യുവാനായിട്ട് കഴിയുന്നു. ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിസ്തയേശു മാത്രമാണ്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. കല്ലറയെ ഭേദിച്ചുകൊണ്ട് യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഉയർക്കുമെന്നാണ് യേശു പഠിപ്പിച്ചത്. ലാസറിൻ്റെ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ
മാർത്തയോട് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഏതൊരു മനുഷ്യൻ ജനിക്കുന്നുവോ അവർ മരിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അത് ഏത് കാലഘട്ടം എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവുന്നുള്ള ഒരു സത്യമാണ്. ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നു, ജനിക്കുന്നതിന് മുമ്പും മരിക്കുന്നു, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിക്കുന്നു. എന്നാൽ ഇന്നത്തെ രീതിയിൽ 100-110 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആളുകളും ഇല്ലാതെയല്ല. ഇപ്പോൾ ഏത് നിലയിലായാലും കർത്താവ് പഠിപ്പിച്ച സ്നാനം ഏൽക്കെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പങ്കുള്ളവരായി തീരുവാൻ കഴിയുള്ളൂ. സ്വർഗവും നരകവും ഞങ്ങൾ പറയുന്നതായ ദൈവദാസന്മാർ പറയുന്നതായ സംഭവമല്ല, കർത്താവ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതായ കാര്യമാണ്. സ്വർഗവും നരകവുമുണ്ട്. നന്മ ചെയ്യുന്നവന് ദൈവരാജ്യത്തിൽ പോകുവാനായിട്ട് കഴിയും. നന്മ ചെയ്യാത്തവന് കായീനെ പോലെ നാശത്തിലേക്ക് പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് നാം തന്നെ തിരഞ്ഞെടുക്കേണ്ടതായ ഒരു കാര്യമാണ്, നാശത്തിലേക്ക് പോകണമോ നരകത്തിലേക്ക് പോകണമോ സ്വർഗരാജ്യത്തിലേക്ക് പോകണമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസും സ്നാനപ്പെട്ടതായിട്ട് വേദപുസ്തകം അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ കാണുന്നു. നമ്മളും സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണ്. സ്നാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും സ്നാനം എന്താണ്, ആരാണ് ഏൽക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടും മാത്രമേ സ്നാനമെടുക്കാവൂ എന്നുള്ള ആഹ്വാനം ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരാൾക്ക് മാത്രം സ്നാനം അവകാശപ്പെട്ടിരിക്കുന്നു. പാപങ്ങളെ കഴുകിക്കളയുന്ന ഒന്നാണ് സ്നാനത്തിലൂടെ നടക്കുന്നത്. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താലുള്ള സ്നാനം, അത് പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങിയിരിക്കാം. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.